നമ്മൾ ആരുടെ കൂടെ വീട്ടിൽ ഗുഡ് മോർണിംഗ് ബാൽക്കണിയില് ഹലോ ഗൈസ് അന്നദാനത്തിനാണോ? ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തമ്മിൽ കണ്ട പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം പോയിട്ട് ചായ കുടിക്കാം. ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ബെഡ് ആദ്യം ക്ലീൻ ചെയ്തിടും, അതുകൊണ്ട് അത് സെറ്റാണ്. ഇനി ഒരു പരിപാടി കാട്ടിത്തരാം. രാവിലത്തെ ഒരു വ്യൂ നല്ല രസമാണ് ബാൽക്കണിയിൽ നിന്ന്. കാരണം ഇവിടെ കണ്ടാൽ സൂര്യേട്ടൻ ഇങ്ങനെ ഉദിച്ച് വരും. ബാൽക്കണിയിൽ സെറ്റാണ്, നല്ല തണുപ്പും. അപ്പോൾ ചായക്ക് ഇന്ന് ദോശയാണ്. അപ്പോൾ ദോശ കഴിക്കാം. പിന്നെ ഇവിടെ ആരുമില്ല, അമ്മയും അച്ഛനും ശരത്തേട്ടനും ഒക്കെ ടൗണിൽ പോയതാണ്. ഇല്ല, അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ടൊരു മൂഡില്ല വ്ളോഗ് എടുക്കാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് കാണാം. അപ്പോൾ ഇന്ന് കോളേജിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ബുക്കൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ബുക്ക് പോയിട്ട് പിക്ക് ചെയ്യണം. നമ്മൾ ആരുടെ കൂടെയാണ് പോകുന്നത്? ശരത്തേട്ടൻ ഫ്രീ ആണ്, അപ്പോൾ ശരത്തേട്ടൻ്റെ കൂടെയാണ് നമ്മൾ പോകുന്നത്. പാവം, ഒരു ദിവസം പോലും വീട്ടിൽ. ഇന്ന് ക്രിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ സൺഡേ ശരത്തേട്ടൻ ക്രിക്കറ്റ് കളിക്കാനാണ് പോവാറ്. റെഡി ആയിട്ടുണ്ട് അല്ലേ? പിന്നെ രണ്ടാമതും വീണ്ടും ശരത്തേട്ടൻ, അതുകൊണ്ടാണ് ഇത്ര ഇൻട്രസ്റ്റ്. അപ്പൊ നമുക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ഇറങ്ങി ശരത്തേട്ടൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നത് ശരത്തേട്ടൻ്റെ പത്രവായന കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങായിരുന്നു. അപ്പം നമുക്കിങ്ങനെ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് പോവാം. പ്രോ ഡ്രൈവർ ശരത്തേട്ടൻ്റെ കൂടെ. എന്താ വെയിലേ! നമ്മൾ കോളേജിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബുക്ക് വാങ്ങിട്ട് വരാം. ഫൈനലി നമുക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടി. വേണ്ട, ഫ്രീയാണ്. പിന്നെ ഫൈനലി നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഞാൻ തന്നെ ഇതൊക്കെ പഠിക്കണം. അതാണ് ശരത്തേടൊക്കെ പഠിക്കും. എന്നിട്ട് ശരത്തേടിന്റെ പകരം പോയിട്ട് എഴുതിയിട്ട് വരും. ഇതൊക്കെ പഠിച്ച് നല്ല കുട്ടിയാവണം. നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് എവിടേക്കോ കൊണ്ടുവന്ന അന്നദാനത്തിനാണോ ശരത്തേട്ട? അയ്യോ, എവിടെ ഹോട്ടലൊന്നും ഇവിടെ കാണാനില്ല. നല്ല ഫുഡ് ഉണ്ട് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. അടുത്ത് അമ്പലമൊക്കെയാണ് കാണുന്നത്. എനിക്കിഷ്ടാട്ടോ. നോക്കാം, കഴിച്ചിട്ട് വരാം. ശരത്തേട്ടൻ്റെ വിശപ്പിന്റെ വീഡിയോ വന്നു. അപ്പോൾ ശരത്തേട്ടൻ നമ്മളെ നല്ല ഊണ് കഴിക്കാനുള്ള സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ഇതേതാ ഹോട്ടല്? ചോറ് ഇഷ്ടമാണ്. ചോറ് അടിപൊളി. ഞാൻ ഓർഡർ ചെയ്തത് മസാലദോശ. എനിക്ക് ചോറ് കഴിക്കാതെ വിശപ്പില്ല. അപ്പം നമുക്ക് മസാലദോശ കഴിക്കാം. വിശപ്പിൻ്റെ മസാലദോശ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ശരത്തേട്ടനൊരു നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുപോയി. അടിപൊളി ഫുഡ്. എനിക്ക് ചോറ് കഴിക്കാനുള്ള വിശപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ മസാലദോശയിൽ ഒതുക്കി. SN അല്ലേ? SN അടിപൊളി. ഒരു ചെറിയ ഹോട്ടല്, പക്ഷെ അവിടുന്ന് കിട്ടിയ ഫുഡ് അടിപൊളി. അപ്പൊ ഇനി അടുത്ത നമ്മളെ പരിപാടി എന്താണ്? ഇനി നമുക്ക് കുറേ ആയി ശരത്തേൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കവിതേച്ചിയുടെ വീട്ടിലേക്ക് വരുമോ എന്ന് പറയുന്നുണ്ട്.
അപ്പൊ നമുക്ക് ശരത്തേട്ടനും കൂട്ടിയിട്ട് നമുക്ക് കവിതീച്ചയുടെ വീട്ടിൽ പോവാം. കൊറേ ആയി ചേച്ചി പറയണു വരുവോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെ ഒരു കുട്ടിപ്പട്ടാളുണ്ട്, എന്തൊരു ഗീതുണ്ണി. അപ്പൊ ഗീതുണ്ണീനെ കാണണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കവിതീച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഗീതുണ്ണിക്ക് നമ്മള് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോ പോയിട്ട് വരാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ കുറവായി ഹായ് പറ. അടിപൊളി. ഗീതുണ്ണീന്റെ റൂമാണത്. അതാരാ? ഗീതുവിന്റെ ഫ്രണ്ട് ആണത്. കൈതീച്ചി ഒരു ഹായ് പറയൂ. എനിക്ക് നെയിൽ പോളിഷ് ഇല്ല. നീ ഇട്ടിട്ടുണ്ടോ നെയിൽ പോളിഷ്? ഇല്ലല്ലോ. നിനക്കിഷ്ടല്ലേ? ഇതെന്താണ്? ഗീതുവിന്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണോ? അടിപൊളി, സൂപ്പർ ആയിണ്ടല്ലേ ഗീതു. ഇതാര് ഗീതു? എന്താണ് ഇവിടെ? അടിപൊളി ഉണ്ടല്ലോ ഗീതുമ്മ. എന്താ നീ കാണിച്ചു തരാല്ലേ? ഇതോ അപ്പൊ നമ്മള് കൈതീച്ചിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു. ഇനി നേരെ വീട്ടിലേക്ക്, ഒറ്റപ്പാലത്തിലേക്ക് നമ്മൾ പോവാണ്. ലേശർത്തേട്ടാ വിശക്കുണ്ടോ നീ? അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നേരെ വീട്ടിൽ പോയിട്ട് അടുത്ത പരിപാടീസ്. ചൂടാണ്, നല്ല ചൂട്. ബൈക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തി. അപ്പോൾ ഷർട്ടേട്ടിന് ഞാനൊരു ബ്രൂ കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് കുടിക്കാൻ എനിക്കിപ്പോൾ വേണ്ട. എന്താ കഴിക്കാൻ? അപ്പോൾ നമ്മളിനി ഒന്ന് ചെറിയൊരു ഷോപ്പിംഗ്. അതെ, കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യണ്ടല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോവാന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പോയിട്ട് വരാം. അപ്പം നമ്മൾ ഫൈനലി റോയലിലെത്തി. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ലേശർത്തേട്ടാ കട മൊത്തം വാങ്ങിക്കുമോ? അല്ല, നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ അത് മാത്രം ലിസ്റ്റ് ഇട്ട് പോയാൽ മതി. ബാക്കിയിലേക്കൊക്കെ നമ്മളെ കണ്ണ് പോവും, പക്ഷെ നമ്മൾ വാങ്ങരുത്. കണ്ണിനെയും മനസ്സിനെയും നിയന്ത്രിക്കുക. അതെ, അവിടെ പോയാൽ എല്ലാം എടുക്കാൻ തോന്നുന്നു. അതാണ് പ്രശ്നം. ഇതില്ലേ ലിസ്റ്റിലില്ലാത്ത സാധനങ്ങളാണ് കേട്ടോ അമ്മ നോക്കുന്നത്. റോയൽ ഹൈപ്പർ മാർക്കറ്റ് അടിപൊളിയാണ്. ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇതിലേതിലേത്? വലേ അതെന്തിനാ? തേക്കാൻ വേണ്ടിട്ടോ? ഷർട്ടേറിന് കിട്ടിയോ? നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് ഒരു ചൂല് വാങ്ങിച്ചു. ശരത്തേന് കുറച്ച് ഷർട്ട് എടുക്കാൻ വന്നാട്ടോ. വൈശുവിനും ശരത്തേനും കുറച്ച് ഷർട്ട് എടുക്കാൻ വന്നതാണ്. അപ്പോൾ വൈശുവിന് ഇവിടെ നിന്നും ഷർട്ട് കിട്ടിയില്ല അല്ലേ? നമ്മൾ ഷർട്ടൊക്കെ എടുത്തു. വൈശുവിന് 7ാമത്തെ ബ്ലാക്ക് ടീഷർട്ട്. കലിപ്സോ ഒറ്റപ്പാലം. ഫൈനലി നമ്മൾ വീട്ടിലെത്തി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനി ഫുഡ് കഴിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും വിളിക്കാൻ വയ്യ. ഇത് ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യാനും
കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു അടുത്തൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.